ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാസനാദി ചൂർണത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. രാസനാദി ചൂർണം പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. രാസനാദി ചൂർണം സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമാണ്. രാസനാദി ചൂർണം കഫസംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രാസനാദി ചൂർണം വളരെ ഫലപ്രദമാണ്. സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിൽ ചാലിച്ച് പൂച്ച് പോലെ ഇടുന്നത് വളരെ ഫലപ്രദമാണ്. പുരുകത്തിന് താഴെയും അതുപോലെ തന്നെ കവിളിലും നെറ്റിയിലുമെല്ലാം പൂച്ചിടുന്നത് വളരെ ഫലപ്രദമാണ്. സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടാൻ ഇത് സഹായിക്കും. രാസനാദി ചൂർണം ഇതുപോലെ തന്നെ വാതസംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. വാതസംബന്ധമായ രോഗങ്ങളിൽ രാസനാദി ചൂർണം അരി കഴുകിയ വെള്ളത്തിൽ ചാലിച്ച് പൂച്ച് പോലെ ഇടുന്നത് വളരെ ഫലപ്രദമാണ്. നീരുള്ള ഭാഗത്തും വേദനയുള്ള ഭാഗത്തും എല്ലാം സന്ധികളിലും ഇതുപോലെ പൂച്ചിടുന്നത് വളരെ ഫലപ്രദമാണ്. നീര് വലിയാനും വേദന കുറയാനും എല്ലാം സഹായിക്കുന്നതാണ് രാസനാദി ചൂർണം അരി കഴുകിയ വെള്ളത്തിൽ ചാലിച്ച് പൂച്ചിടുന്നത്. ഇത് രാത്രിയിൽ ഇടാൻ പാടില്ല. മാത്രവുമല്ല, ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പൂച്ച് ചൂടുവെള്ളത്തിൽ കഴുകി കളയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷതം കൊണ്ടുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ നീര്, രക്തം കട്ട പിടിച്ച് കിടക്കുക, ഇതുപോലെ ചൂട്, ആ ഭാഗത്തുണ്ടാകുന്ന ചൂട്, ഇതിനെല്ലാം നമുക്ക് രാസനാദി ചൂർണം ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ച് അവിടെ ഇടുന്നത് വളരെ ഫലപ്രദമാണ്. ഈ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് മാറാനും അതുപോലെ തന്നെ നീരും വലിയാനും അതുപോലെ തന്നെ വേദന ശമിക്കാനും ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ പുരുകത്തിന് താഴെ വരുന്ന കണ്ണിലൊക്കെ വരുന്ന ക്ഷതങ്ങൾക്കും അതുപോലെ തന്നെ ചുണ്ടിലും മറ്റും വരുന്ന ക്ഷതങ്ങൾക്കും മുഖത്ത് മറ്റും ഉണ്ടാകുന്ന ക്ഷതങ്ങൾക്കും എല്ലാം രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിൽ ചാലിച്ചിടുന്നത് വളരെ ഫലപ്രദമാണ്. അവിടെ ഒരു ക്ഷതം കൊണ്ടുണ്ടാകുന്ന രക്തം കട്ട പിടിക്കുക, നീര്, വേദന, ഇതെല്ലാം രാസനാദി ചൂർണം ചൂടുവെള്ളത്തിൽ ചാലിച്ച് അവിടെ ഇടുന്നത് മൂലം ശമിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് തോളിലുണ്ടാകുന്ന വേദനയ്ക്കും അതുപോലെ കൈ ഉയർത്താനുള്ള പ്രയാസത്തിനും എല്ലാം രാസനാദി ചൂർണം അരി കഴുകിയ വെള്ളത്തിൽ ചാലിച്ച് അവിടെ തോൾ ഭാഗത്തിടുന്നത് വളരെ ഫലപ്രദമാണ്. ഈ